ആളുകളുണ്ടായിരുന്നു, പാചകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെങ്കിൽ അവർക്ക് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആദ്യഘട്ടം അവർക്ക് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആളുകൾ ആരുമില്ലായിരുന്നു ബോട്ടിൽ, അവരെല്ലാം നാട്ടിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു. അവർ ഈ പ്രദേശത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തീ പിടിച്ചാൽ തന്നെ അവർക്ക് അറിയുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമീപത്ത് വീട്ടുകാരില്ലെങ്കിൽ ഈ അപകടം പുറത്തറിയുക എന്നുള്ളത് കുറച്ചുകൂടി വൈകുമായിരുന്നു. അപ്പോൾ ആയിരുന്നിരിക്കില്ല നമുക്ക് ദൃശ്യങ്ങളായി ലഭിക്കുക അല്ലെങ്കിൽ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും അതുണ്ടാകുന്നില്ല. ഈ നാട്ടുകാർ തന്നെയാണ് ആദ്യം എത്തി രക്ഷാപ്രവർത്തനം നയിക്കുന്നത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തുന്നു. ഏതായാലും വ്യാപകമായ നാശം എന്ന് തന്നെ പറയാം. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മറ്റെന്ത് പറയാൻ കഴിയുമെന്നറിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ പേർക്ക് ജീവനോപാധിയായിരുന്ന ബോട്ടുകളാണ് ഇപ്പോൾ നാമാവശേഷമായിരിക്കുന്നത്, അഗ്നിക്കിരയായി ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടം, തുടർന്നുള്ള അവരുടെ ജീവിതം എല്ലാം പ്രതിസന്ധിയിലാവുകയാണ്. ആ പ്രതിസന്ധി താങ്ങാനാവാതെയാണ് ഒരു ബോട്ട് ഉടമ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുന്നത്. അത്രമാത്രം വലിയ സങ്കടം, ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ പ്രദേശത്ത് എപ്പോഴും നങ്കൂരം വിട്ട് വെക്കുമ്പോൾ പിന്നെയും പ്രതീക്ഷയോടെ ഇവിടേക്ക് എത്താം എന്ന ചിന്തയിലായിരുന്നു അവർ ഓരോ തവണയും വീട്ടിലേക്കും മറ്റു പരിപാടിയിലേക്കും ഒക്കെ മടങ്ങിയിരുന്നത്, അങ്ങോട്ടേക്ക് പോയിരുന്നത്. പക്ഷേ നാളെ തിരിച്ചെത്തുമ്പോൾ അതാവില്ല സ്ഥിതി. കാരണം തീ പിടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കാരണമാണ് ഇനി കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടത്. പല കാരണങ്ങൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ മത്സ്യബന്ധനം ചെയ്യുന്ന ആളുകൾ, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഗ്യാസ് കുറ്റിയിൽ തീ പിടിക്കുന്നതാണ്. ആ തീ എങ്ങനെ പിടിച്ചു, കാരണം ആളില്ലാത്തൊരു വള്ളത്തിൽ തീ എങ്ങനെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇനി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതാണെങ്കിൽ പിന്നീട് അവർ ഈ ആചാരത്തിൻ്റെ ഭാഗമായി തിരി കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുമോ? കാരണം ഗ്യാസ് കുറ്റിയും ഈ പറയുന്നത് പോലെ ഡീസലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാന്നിധ്യമുള്ളതുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം വ്യക്തമാകേണ്ടതായുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും ഉടമകൾക്ക് പ്രതികരണം നടത്താൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല. അപ്പോൾ എന്തായാലും ആ കാരണത്തെ പറ്റിയുള്ള ഒരു വ്യക്തത നമുക്ക് എന്തായാലും ഇനി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ കാരണം എന്താണെന്ന് അറിയാൻ ഉള്ള സമയമുണ്ട്. കാരണം എന്താണ് എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. 9 ബോട്ടുകളിലാണ് തീ പടർന്നത്. അതിലൊന്ന് ഒരു ഫൈബർ വള്ളമായിരുന്നു. പൂർണ്ണമായും കത്തി നശിച്ചു. എല്ലാം കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ കൂടുതൽ അപകടമുണ്ടായേനെ. കാരണം ഒരുപാട് ഗ്യാസ് സിലിണ്ടറുകൾ പല ബോട്ടുകളിലും ഉണ്ടായിരുന്നു. പ്രദേശത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ചത് ആ വെള്ളത്തിൽ കിടക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു ബോട്ട് മാത്രമാണ് കുറച്ച് മാറിയുള്ളത്. അതുകൂടി അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ്. അറ്റകുറ്റപ്പണിക്കായി അവിടെ എത്തിച്ചതായിരുന്നു. ആ സമയത്ത് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. വലിയ അഗ്നിബാധയാണ് ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ അഗ്നിബാധ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഇനി എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ, അല്ലെങ്കിൽ അതിൽ കത്തിച്ച തിരിയിൽ നിന്ന് പടർന്നതാണോ തീ എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൂടിയാണ് ഇനി ബാക്കിയുള്ളൂ. മറ്റാളപായമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. രാഹുൽ ജിനാഥാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നത്.